ഓണക്കോടിയും എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സെറ്റ് മുണ്ട് എടുത്താൽ കൊള്ളാം ഒരു ആഗ്രഹം വന്നത് കേട്ടോ. നമ്മളപ്പോ സെറ്റ് മുണ്ട് എടുക്കാനായിട്ട് രാജനഗരിയിൽ തന്നെ ഇറങ്ങിയേക്കുവാണ്. നല്ല തിരക്കായിട്ടുണ്ട്, നല്ല റഷ് ഉണ്ടായിരുന്നേ. നമ്മൾ സൺഡേ ആണ് ഇറങ്ങിയത് കേട്ടോ, ഓണത്തിന് മുമ്പുള്ള സൺഡേ ആയിട്ട് ഇറങ്ങിയത്. എല്ലായിടത്തും ഫ്ലവേഴ്സ്, മിക്ക സ്ഥലത്തും ഫ്ലവേഴ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അത്ര ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ. കഴിഞ്ഞ വർഷം ലായംകുത്തമ്പലത്തിന്റെ സൈഡിലൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷമൊക്കെ. ഈ വർഷം പക്ഷെ വളരെ കുറവാട്ടോ. നേരത്തെ ഹോട്ടൽ മിഷ്വാർ ഇരുന്ന സ്ഥലത്ത് ഇപ്പൊ ഫ്ലവർ മാർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 2 വീലർ എടുത്തിട്ടാട്ടോ വന്നത്. കാർ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്ലോക്ക് കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ 2 വീലർ എടുത്തിട്ടാ വന്നത്. ഒരു ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയപ്പോഴും വന്നപ്പോഴും വലിയ കാര്യമായിട്ട് ബ്ലോക്ക് കിട്ടിയില്ലായിരുന്നു. തൃപ്പൂണിത്തുറ ആകെ ഒരു ഫെസ്റ്റിവൽ വൈബാട്ടോ. ഫുള്ള് കച്ചവടക്കാരുണ്ട്, സ്ട്രീറ്റിലൊക്കെ ഉണ്ടാവുന്ന കച്ചവടക്കാരൊക്കെ ഇല്ലേ ഉത്സവത്തിനൊക്കെ വരുന്ന അവരുണ്ട്, കമ്മല് കച്ചവടക്കാരുണ്ട്, ഫ്ലവറിന്റെ കച്ചവടക്കാർ, അങ്ങനെ അങ്ങനെ കുറെ മിക്ക സ്ഥലത്തും ഇങ്ങനെ വന്നേക്കുവാട്ടോ. ഇതേപോലത്തെ ഒരു ചന്ത പോലെയുണ്ട്, ഓണച്ചന്ത. കുടുംബശ്രീ ചേച്ചിമാര് നടത്തുന്നതാണെന്നാണ് എന്റെ ഒരു അറിവ്. ഈ സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് സ്റ്റാച്ചുവിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും സ്റ്റാച്ചുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. രായംകുത്തമ്പലത്തില് എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, എന്തോ കലാപരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിലും കുറെ പൂക്കച്ചവടക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് റോഡിൽ കൂടി പോയപ്പോ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അവിടെ നിർത്തി വീഡിയോ എടുക്കാനുള്ള അവകാശമൊന്നും കിട്ടിയില്ല കേട്ടോ, കാരണം ഭയങ്കര വെയിലായിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ചെന്ന കൂത്താമ്പള്ളിയിലേക്കാണ്. സ്റ്റാച്ചുവിന്റെ അവിടെയുള്ള കൂത്താമ്പള്ളിയല്ല, തൃപ്പൂണിത്തുറ അമ്പലത്തിന്റെ അടുത്തൊരു കൂത്താമ്പള്ളി ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ സർവീസ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ കുറെ റെഡിമെയ്ഡ് ബ്ലൗസുകൾ കിടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ എല്ലാം കൈത്തറി സാധനങ്ങൾ, അറിയാമല്ലോ കൂത്താമ്പള്ളിയിൽ എങ്ങനെയായിരിക്കുമെന്ന്. കുറെ സെറ്റുമുണ്ട്, സെറ്റ് സാരി, വെറൈറ്റി സെറ്റ് സാരി, സെറ്റുമുണ്ട്, ജെൻസിന്റെ മുണ്ട്, ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടാവുക കേട്ടോ അവിടെ. ആ ഒരു ബ്ലാക്ക് കരയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റുമുണ്ടില്ലേ, അതാട്ടോ എടുത്തത്. പണ്ട് തൊട്ടേ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു സെറ്റുമുണ്ട്. ഇത് നമ്മൾ തിരിച്ചു വന്നേ. തിരിച്ച് ഇപ്പൊ എനിക്ക് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ബ്ലൗസ് സെറ്റ് ആക്കാനായിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് എടുക്കാന്ന് വിചാരിച്ചത്. ക്രോപ്പ് ടോപ്പ് എടുക്കാനായിട്ട് പോണ വഴിയാണ്. ഇപ്പൊ പോണ വഴിക്ക് ഈ മറ്റേ ഓണത്തപ്പൻ എന്നല്ലേ അതിന് പറയുന്നേ, നമ്മുടെ ഇവിടെയൊക്കെ ഓണത്തപ്പൻ മഹാബലി എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ നാട്ടിലെന്താ പറയുന്നേ, ആ ഒരു കോണ് പോലെ ഇരിക്കുന്ന മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ സാധനം. ഞാനപ്പൊ എനിക്ക് പൂക്കളൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ഇതിനാൽ പറഞ്ഞു ഈ പിന്നെ നമുക്ക് വേറെ വഴി പോവാന്ന് പറഞ്ഞിട്ട് നമ്മള് ലായംകൂത്തമ്പലത്തിന്റെ സൈഡിൽ കൂടിയുള്ള വഴി കൂടിയാണ് പോകുന്നത്. ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ലായംകൂത്തമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, എന്ത് പരിപാടിയാണെന്നറിയില്ല. അവിടെ എപ്പോഴും കലാപരിപാടികൾ ഉണ്ടാവും, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള. ഓണത്തിന് 1-2 മാസം മുമ്പ് തൊട്ടേ അവിടെ കോമ്പറ്റീഷൻസും കലാപരിപാടികളും തുടങ്ങിയിട്ടുണ്ടാവും. കോമ്പറ്റീഷൻസ് ഉദ്ദേശിക്കുന്നത് സ്കൂൾസിലെ പിള്ളേരുടെ മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി, കുച്ചിപ്പിടി, ലൈറ്റ് മ്യൂസിക്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കേട്ടോ കോമ്പറ്റീഷൻ ഐറ്റംസ് ആയിട്ട് അവരെടുക്കുന്നത്. ഇതിന്റെ ഇൻവിറ്റേഷൻസും കാര്യങ്ങളൊക്കെ പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഏത് ടൈമാണോ ഇതിന് മുമ്പായിട്ട് ഒരു 1-2 ആഴ്ച മുമ്പ് പത്രത്തിൽ കൊടുത്തിട്ടുണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് പേര് കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാം. കൂത്തമ്പലത്തിന്റെ സൈഡിലെ ഫ്ലവേഴ്സ് ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ, മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്. അവിടെ ഇതേപോലെ പൂക്കള് കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ടായിരുന്നേ. എന്നാലും കഴിഞ്ഞ വർഷത്തെ അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ നമ്പർ ഇട്ടേക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു 2 വീലർ പാർക്ക് ചെയ്യാനാന്ന് തോന്നുന്നേ. ഇത്രത്തോളേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓണം ചന്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓണച്ചന്ത അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ യൂസ്റ്റേയിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു പൂക്കളം കണ്ടേ. ഈ ഒരു പൂക്കളം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ. അവിടെ ഓണം കളക്ഷൻസ് ഒക്കെ നോക്കി നമ്മൾ ആക്ച്വലി ഒരു ബ്ലൗസ് എടുക്കാനായിട്ടോ. ബ്ലൗസ് അല്ല, എനിക്ക് ക്രോപ്പ് ടോപ്പ് എടുത്താൽ മതിയായിരുന്നു. ബ്ലൗസ് ഈ ടൈമിൽ കിട്ടാനായിട്ട് പാടായിരിക്കും, അത് എന്റെ സൈസിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറിൽ ക്രോപ്പ് ടോപ്പ് എടുക്കാന്ന് വിചാരിച്ചു. ക്രോപ്പ് ടോപ്പ് എടുക്കാൻ പോയിട്ടോ. അപ്പൊ അവിടെ ഇതേപോലത്തെ കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള കമ്മലുകൾ കണ്ടിട്ടോ. സാധാരണ എല്ലാം മോഡേൺ കമ്മലുകളൊക്കെ. ഇത് കണ്ടപ്പോ എനിക്ക് ദേവസേനേനെ കേട്ടോ ഓർമ്മ വന്നത്. കുറെ കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും ഒരുപാട് കളക്ഷൻസ് ജ്വല്ലറിയിൽ പുതിയത് വന്നിട്ടുണ്ട്. ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഈ മേക്കപ്പ് വെച്ച് നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഇതെല്ലാം പുതിയതാട്ടോ. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പുതിയതായിട്ട് വന്നേക്കുന്നത്. ഫുഡ് വെയർസും കുറെ പുതിയത് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ് മാത്രം ട്രൈ ചെയ്തിട്ട് അത് മാത്രം ബില്ലടിച്ച് പോന്നു കേട്ടോ. ഞാൻ തിരിച്ചു തന്നെ വഴിക്ക് കണ്ട കാഴ്ചയാണിത്. പൂർണ്ണശ്രീ കാറ്ററിംഗിന്റെ ഫ്രണ്ട് ഭാഗമാട്ടോ. ഇത്രയും ഗ്യാസ് സ്റ്റോവ്സ് ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഓണത്തിന് വേണ്ടിയിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതായിരിക്കും. കൃഷ്ണയുടെ ഫ്രണ്ടിലൊക്കെയാണ് നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. നല്ല റഷായി തുടങ്ങിയായിരുന്നു നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക്. എല്ലാരും ഉത്രാടത്തിന് മുമ്പ് തന്നെ എല്ലാ ഷോപ്പിംഗ്സും തീർക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് വന്നേക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും യൂഷ്വലി നമുക്ക് തൃപ്പൂണിത്തുറയില് ഈ ഒരു ടൈം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവുകയും
എവിടെന്നാ ഇത്രയും ആൾക്കാർ ആ ടൈമിൽ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല തിരക്കുണ്ടാവും കേട്ടോ എല്ലാ കടയിലും. പക്ഷെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 50% ഓഫ്, 20% ഓഫ്, അങ്ങനെ ഓൾമോസ്റ്റ് മിക്ക ഷോപ്സിലും ഓഫറുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഫ്ലവർ കണ്ടത്. ഇതാണ് ബോയ്സ് സ്കൂളിന്റെ ഫ്രണ്ട് ഭാഗം, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ഗേറ്റ്. നമ്മുടെ അത്തച്ചമയം ഘോഷയാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ അത്തം ഗ്രൗണ്ടും അല്ലെങ്കിൽ അത്തം നഗറും ഇവിടെ തന്നെയാണ് കേട്ടോ. ബോയ്സ് സ്കൂളിലാണ്. അപ്പൊ ഓക്കെ, ബൈ ടാറ്റാ.